മകരമാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി 2026 ജനുവരി 23 വെള്ളിയാഴ്ചയാണ് വരുന്നത്. ദേവി ഉപാസനയ്ക്ക് പ്രധാനമായ വെള്ളിയാഴ്ച സപ്തമാതാക്കളിലെ 5ാമത്തെ ഭഗവതിയായ വരാഹി ഭജനത്തിന് ശ്രേഷ്ഠമായ പഞ്ചമി കൂടി വരുന്നത് ഇരട്ടി ഫലദായകമാണ്. വരാഹരൂപം പൂണ്ട ഈ ഭഗവതി പഞ്ചമി, ദണ്ഡനാഥ, പോത്രിണി, പാർത്താളി, സമയേശ്വരി, അരിഗ്നി, പഞ്ചുരുളി, പന്നിമുഖി, ദണ്ഡനാഥ, താന്ത്രിക ലക്ഷ്മി, വരാഹി ലക്ഷ്മി, അഷ്ടലക്ഷ്മി സ്വരൂപിണി, പാതിര പഞ്ചമി, രാത്രി ഭഗവതി തുടങ്ങിയ അനേകം പേരുകളിൽ അറിയപ്പെടുന്നു. കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ ഭക്തർക്കു വേഗം അനുഗ്രഹം ചൊരിയുന്ന വരാഹി ദേവി ദാരിദ്ര്യവും കഷ്ടതകളും 5 വിധത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ടാണ് പഞ്ചമി ദേവിയായത്. ഐശ്വര്യം, വിജയം, സമ്പത്ത് ഇവയുടെ മൂർത്തി രൂപമായ വരാഹിയെ ആരാധിക്കാൻ ഏറ്റവും പ്രധാനം 2 പക്ഷത്തിലെയും പഞ്ചമി തിഥികളാണ്. മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതിയെ ത്രിപുര സുന്ദരിയുടെ സേനാനായികയായിട്ടും വരാഹരൂപം പൂണ്ട മഹാകാളിയായും കാലത്തിൻ്റെ അധിപതിയായ സമയേശ്വരിയായും ഇഷ്ടവരദായനിയായും ദുരിതങ്ങൾ സ്തംഭിപ്പിക്കുന്നവളായും ഭൂമിയുടെ അധിപതിയായും ക്ഷിപ്രപ്രസാദിയായും ആരാധിക്കപ്പെടുന്നു. വെറുതെ ശ്രീ വരാഹി ദേവിയുടെ പേരൊന്ന് പറഞ്ഞാൽ മതി, ആ ക്ഷണത്തിൽ ഭയം മാറുന്നതാണ്. മാത്രമല്ല ദുഃഖവും സങ്കടങ്ങളും ചപലതയും ഒഴിയുന്നതാണ്. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം രാത്രി 7 മുതൽ 9 മണി വരെയാണ്. വരാഹി ദേവി കൂടുതൽ പ്രസന്നയായിരിക്കുന്ന ഈ ഒരു സമയത്ത് വരാഹി ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ദേവി നടത്തി തരുന്നതാണ്. നാളെ പഞ്ചമി ആയതുകൊണ്ട് തന്നെ ഓം വരാഹി ദേവിയെ നമഃ, അതല്ലെങ്കിൽ പഞ്ചമി ദേവിയെ നമഃ എന്ന മന്ത്രം നിങ്ങൾക്ക് എത്ര തവണയാണോ ചൊല്ലുവാൻ സാധിക്കുന്നത് അത്രയും തവണ ചൊല്ലി ദേവിയെ പ്രാർത്ഥിക്കുക. നിങ്ങളൊരു വരാഹി ഭക്തനാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഓം പഞ്ചമി ദേവിയെ നമഃ എന്ന് കമന്റ് ചെയ്യുക. കൂടാതെ ഇതുപോലെയുള്ള ആത്മീയ കാര്യങ്ങൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.